ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻ ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ വർക്കൗട്ടും എൻ്റെ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എൻ്റെ ഫുഡിൽ പറ്റിയ കുറച്ച് ചേഞ്ചസൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇതന്നെ ലഞ്ച് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രി ഇങ്ങനെ ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ അരച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ ഉപ്പിടാണ്ട് മാറ്റി വെച്ചാൽ പിന്നെ കുട്ടികൾക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എപ്പോഴും അങ്ങനെ മാറ്റി വെക്കാറുണ്ട് കേട്ടോ, ഉപ്പിടാണ്ട് ഫ്രിഡ്ജിലേക്ക്. അപ്പോൾ അങ്ങനെ അവർക്ക് മുട്ട ഇങ്ങനെ ദോശ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിൽ പച്ചക്കറിയും കുറച്ച് എന്താ പറയുക ഉള്ളിയും തക്കാളിയും ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട് കുറച്ച് മാഗി മസാല അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നെയ്യും മേലെ കുറച്ചിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ തിന്നും. അപ്പോൾ ഇത് ഞാൻ ക്യാബേജൊക്കെ ഇടും കേട്ടോ. ഇപ്പോൾ ക്യാബേജ് ഉണ്ടായിട്ടില്ല എൻ്റെ അടുത്ത്. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ക്യാരറ്റും മറ്റേ ക്യാപ്സിക്കം ഇല്ലേ അതുമാണ് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലിട്ട് കുറച്ച് മാഗി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിനായിട്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ മുളക് പൊടി ഉപ്പും മാത്രം ഇട്ടാലും നന്നായിട്ടുണ്ടാവും. പിന്നെ മാഗി മസാല ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരുമെന്ന് വിചാരിച്ചാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ദോശ നേട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ലഞ്ചൊന്നും പ്രത്യേകിച്ച് ഉണ്ടായില്ല. അപ്പോൾ അതിനങ്ങോട്ട് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ എനിക്ക് വന്നിട്ട് രാഗിൻ്റെ ദോശ നേട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഡയറ്റൊക്കെ തുടങ്ങിയ പിന്നെ ഞാൻ കുറച്ച് അരി ഭക്ഷണമൊക്കെ കുറച്ച് പഞ്ചസാരയൊക്കെ കുറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചസാര എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നുമ്പോൾ മാത്രം കഴിക്കാറുള്ളൂ. അങ്ങനെ ഞാൻ രാഗി ദോശ സെയിം അതേ മാവിൽ തന്നെ ഇങ്ങനെ അതേപോലെ തന്നെ രാഗി ദോശ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മുട്ടയും വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ബാങ്ക് പോകാനുള്ള പണി ഉണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇങ്ങനെ ബാങ്കിലൊക്കെ പോയി വന്നപ്പോൾ നല്ല വിശക്കുന്നുണ്ടായി. ഉച്ച നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു അവക്കാഡോ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തുനിന്ന് തന്നെ. അപ്പോൾ ഒരു പാനിപൂരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉച്ച നേരം അപ്പം അങ്ങനെ നല്ല അത്ര വിശക്കുന്നൊന്നും ഉണ്ടായില്ല. അപ്പോൾ വന്നപ്പോൾ കുറച്ച് മത്തി കുറച്ച് മുളകിടാമെന്ന് വിചാരിച്ചു. അതങ്ങനെ മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൊണ്ടുവന്ന് അങ്ങനെ വരുന്ന വഴി കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ടിഫിനും കെട്ടാനും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും പിന്നെ സ്വീറ്റ് കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വൈകുന്നേരം എനിക്ക് ഒരു ബ്ലാക്ക് ടീ കുടിച്ചതാണ് കേട്ടോ, മധുരം ഇല്ലാത്തതാണ് കുറിച്ച്. അത് കഴിഞ്ഞ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം വിശക്കുന്നുണ്ടായിട്ടോ, ഉച്ചക്കൊന്നും കഴിക്കാത്ത കാരണം. അപ്പം അങ്ങനെ ഞാൻ 2 രാഗി ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ ഡിന്നർ 8 മണിക്കുള്ളിൽ കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ എപ്പോഴും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.